ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചീസ് പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ്. ZZ പ്ലാന്റ് എന്നൊക്കെ പറയാറുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ഒരു ZZ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലകളുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇതിനെ ഏറ്റവും കൂടുതൽ വളർത്തിപ്പോരുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് തളിരിലകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരൊറ്റ പോട്ടിലായിരുന്നു ഈ ഒരു ചെടി ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കിഴങ്ങുകൾ ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് മാറ്റി മാറ്റി നട്ടു കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന ഒരു ZZ പ്ലാന്റിന് ഒരു 4-5 വർഷത്തെ പഴക്കം ഉണ്ടാവും. നമ്മൾ ചെറിയൊരു തൈ ആയിരുന്നപ്പം മേടിച്ചതാണ്. ഇപ്പം നിറച്ചും തൈകളായി. ഈ തൈകൾ നമ്മൾ മാറ്റി നട്ടിട്ട് ഒരുപാട് പോട്ടിലായിട്ട് ZZ പ്ലാന്റ് വളർത്തുന്നുണ്ട്. ഈ ഒരു ചെടി നമുക്ക് 3 രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഒന്ന്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഓരോ തൈയായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഒരു കിഴങ്ങുന്നാണ് ഓരോ തൈയും ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഇല പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇല പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധാരണ നമ്മളെ മെത്തേഡാണ്. ഇതിൻ്റെ ഒരു ഇല പൊട്ടിച്ചിട്ട് നമുക്ക് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് വേര് മുളപ്പിച്ചിട്ട് അങ്ങനെ ഒഴിച്ചിടാം. അല്ലാതെ നമുക്ക് ഈ ഒരു ചെടിയുടെ തണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ ഒരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളെ കയ്യിൽ മെയിനായിട്ട് 2 തരത്തിലാണ് ZZ പ്ലാന്റ് ഉള്ളത്. ഒന്ന് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഗ്രീൻ ലീഫിൻ്റെയും ഒന്ന് ഈ ഒരു ബ്ലാക്ക് ലീഫിലുമാണ്. ഇതിൽ ആദ്യം ഉണ്ടായി വരുന്ന ലീഫ് ഒരു പിങ്ക് ഒരു ഗ്രീൻ കളറാണെങ്കിലും പിന്നീട് അത് ബ്ലാക്കായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഈ ചെടി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിൻ്റെ ആദ്യത്തെ ലീഫിൽ കണ്ടില്ലേ, നല്ല ഗ്രീനും ബ്ലാക്കും കൂടിയാണ് കളർ വന്നിരിക്കുന്നത്. താഴോട്ട് പോകുന്നതിനനുസരിച്ച് ബ്ലാക്ക് മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫാണ്. ഇതിൻ്റെ ലീഫ് നമ്മൾ നല്ലോണം കെയർ ചെയ്യേണ്ടതാണ്, അത്യാവശ്യമാണ്. കാരണം ഈ ഒരു ലീഫ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 1 ഇയർ 2 ഇയർ വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ ലീഫ് അതുപോലെ തന്നെ നിൽക്കുന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമ്മൾ മേടിച്ചപ്പോൾ മുതലുള്ള ലീഫുകളൊക്കെ ഇതിൽ ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പോൾ ഇതൊക്കെ ഒരു 2 വർഷത്തിൽ മേലെയായി, പക്ഷേ ഇതിൻ്റെ ലീഫൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ചിലരൊക്കെ ഇതിൻ്റെ ഒരു വെളിച്ചെണ്ണ വെച്ചിട്ട് ലീഫ് തുടച്ചിട്ട് അങ്ങനെ ഫ്രഷാക്കി വെക്കാറൊക്കെ ഉണ്ട്. കാരണം ഈ ലീഫ് കുറേ കാലത്തേക്ക് നിൽക്കുന്നതാണ്. നമ്മൾ ഈ ലീഫിൽ അങ്ങനെ കറയോ അങ്ങനത്തെ ഒന്നും കേടുകൂടാതെ നിന്നാലേ ഉള്ളൂ ഈ ഒരു ചെടി നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയൊരു സൂപ്പറായിട്ടുള്ളൊരു ചെടി കൂടിയാണ് ഈ ഒരു ZZ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ZZ പ്ലാന്റിൽ നിന്ന് നല്ലൊരു കഷ്ണം കട്ട് ചെയ്തിട്ട് നമുക്ക് അത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നോക്കിയിട്ട് നല്ലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു തൈയാണ് കട്ട് ചെയ്യുന്നത്. അപ്പം കുറച്ച് താഴ്ഭാഗത്തായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പീസാണ് കിട്ടിയത് നമുക്ക്. അപ്പോൾ ഇതിനെ ഞാൻ വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 2 പീസ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു തൈയും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഒരു തൈയും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയൊരു പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാണ് നമ്മൾ പോട്ടായിട്ട് സെറ്റ് ചെയ്തെടുത്തത്. ഇതിലേക്ക് പോട്ട് മിക്സ് എന്ന് പറയുകയാണെങ്കിൽ സാധാരണ നമ്മുടെ ഗാർഡനിങ് സോയിലും ചാണകപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ചരിച്ചും കണ്ട് വെച്ചിട്ട് ഒന്ന് മണ്ണിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ 4 പീസ് ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ തണലുള്ള ഷെയ്ഡിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നീട് നമ്മൾ വേര് മുളച്ചതിന് നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ് ഇത്. നമുക്ക് അങ്ങനെ വേര് മുളച്ചതിന് ശേഷം നമ്മൾ മാറ്റി നട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്കിതുവരെ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചെടിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടായിട്ട് കാണുന്നത്. അപ്പോൾ അത് ഏകദേശം ബിരിയാനായിട്ടുണ്ട്, എങ്ങനെയാണെന്നൊക്കെ അറിയില്ല. അപ്പം ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ വീഡിയോയിലായിട്ട് ഇടുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും കാലം നമുക്ക് ZZ പ്ലാന്റ് വെച്ചതിൽ ഒരു പൂവുണ്ടായിട്ട് വരുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റ് പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളെ പോട്ട് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പ്ലാനിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.